ആ അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. ഞാൻ പിന്നെ വിളിക്കാമേ. അച്ഛനും മോളോട് എന്തേലും രഹസ്യം പറയണ? കല്യാണത്തിന് മുമ്പ് കാറിന്റെ പൈസ തരാന്ന് പറഞ്ഞു, അതുവരെ കണ്ടില്ല, അതാണ് തന്നെ പറയണത്. അമ്മ, അച്ഛന് പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചും കൂടെ സമയം വേണമായിരുന്നു. ബുദ്ധിമുട്ട് പോലും കെട്ടിച്ചു വിട്ടാ തീരൂലല്ലോ, പറഞ്ഞ വാക്കും കൂടെ പാലിക്കണ്ടേ? സുധീഷേട്ടന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇത് നാക്കേടല്ലേ? അല്ലെങ്കിൽ തന്നെ എന്തോന്നറിയ ഇവിടെ രാവിലെ ബഹളം? ഓ, നിന്റെ ഭാര്യയോടെ തന്നെ ചോദിരി. അവളെ അച്ഛൻ നമ്മളെ പറ്റിച്ചാലേ ഞാൻ സൂചിപ്പിച്ച്, അപ്പൊ അതൊരു കുറ്റമായി. എടി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഒന്ന് വേഗം ആക്കാൻ വേണ്ടിയിട്ട്. അമ്മ പറഞ്ഞതിന് കാര്യമില്ലേ? എനിക്കും വേണ്ട ഒരു നിലയും വിലയേക്കാ. ചേട്ടാ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കി കൊടുത്താലും മതി. ഹലോ അഞ്ജലി, നീ എന്ത് പതിവില്ലാതെ എനിക്കിനി വയ്യടി, ഇവിടെ ദിവസവും ഇത് തന്നെ അവസ്ഥ. പൈസയുടെ കാര്യം പറഞ്ഞ് വീർപ്പ് മുട്ടിക്കണ്. ചേട്ടനും അവരുടെ സൈഡാണ്. എടി, ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞില്ലേ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന കൂടെ ഉള്ളെന്ന്. നീ എന്തിനാ എല്ലാം സഹിക്കുന്നത്? ഞാൻ എന്തോന്ന് ചെയ്യാനടി, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോവാൻ പറ്റുമോ? എടി, നിന്നെ ഒരു ഭാരമായിട്ട് കാണുന്നിടത്ത് നിന്നിട്ട് നിനക്കെന്ത് കിട്ടാനാണ്? നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്. നാളെ നമുക്കൊന്ന് കാണണം കേട്ടാ. കരയണ്ട, ധൈര്യമായിട്ടിരിക്കും. എടി, സ്ത്രീധനം ചോദിക്കുന്നത് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്, കുറ്റകരമാണ്. നിന്നെ ഈ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിന് നിനക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. കേസാ? അയ്യോ, അതൊന്നും വേണ്ട. എടി, നിന്റെ അടുത്ത് പോയി കേസ് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നിന്റെ അവകാശങ്ങളെ കുറിച്ച് നീ എപ്പോഴും ബോധവതിയായിരിക്കണം. നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ട്. ആ ജോലി നീ എന്തിനു കളഞ്ഞിട്ട് ആ വീട്ടിൽ കയറി അടയിരിക്കുന്നത്? അതല്ലടി, സുധീഷേട്ടനെ വിട്ടിട്ട് എനിക്ക്. എടി, നിന്നെ മനസ്സിലാക്കാത്ത, നിനക്കൊരു വില തരാത്ത ആ ആളിന്റെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ല നീ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ. നീ ഒരു ഇരയല്ല, പോരാളിയാണ്. നിന്റെ അച്ഛൻ ഇത്രയും പഠിപ്പിച്ചൊരു ജോലിയൊക്കെ ആക്കി ഒരു നിലയ്ക്ക് എത്തിച്ചതേ വേറൊരാളുടെ ഏറ്റവും കാർഡ് ആവാനല്ല. നിന്റെ ലൈഫ് ഒരു കച്ചവടമല്ല. ആദ്യം നീ നിന്നെ ബഹുമാനിക്കാൻ പഠിക്കും. എന്നിട്ട് നിനക്ക് എന്താണോ ആ വീട്ടിൽ പോയി പറയാനുള്ളത് അത് ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയണം. നീ ഭയന്നാ അവർ കൂടുതലും നിന്നെ ഭയപ്പെടുത്തും. നീ നിവർന്നു നിന്നാ അവർ പതറും. ഓ, എവിടെയായിരുന്നു മഹാറാണി? കറങ്ങി അടിച്ചൊക്കെ നടന്നാ മതിയോ? നീ നിന്റെ അച്ഛനോട് പൈസ ചോദിച്ചാടി. പൈസേ? ഏത് പൈസ? എന്റെ അച്ഛൻ്റെ ഒന്നും ഒരു പൈസ ഇവിടെ ആരും മോഹിക്കണ്ട. എടീ, നിനക്കെന്തടി ഇത്ര അഹങ്കാരം? അഹങ്കാരോ? ഇത് അഹങ്കാരമല്ല, ഇത് അഭിമാനമാണ്. ഞാനേ ഈ വീട്ടിലോട്ട് കയറി വന്നതേ നിങ്ങളെ എവന്റെ ഭാര്യയായിട്ടാണ്, അല്ലാതെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തേണ്ട മിഷ്യനായിട്ടല്ല. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണം. നീ കെട്ടിയത് എന്നെയാണോ എന്റെ അച്ഛന്റെ ബാങ്ക് ബാലൻസിനെയാണോ? എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് എന്റെ കൂടെ നിൽക്കാതെ എവരെയൊക്കെ കൂടെ നിന്ന് എന്നെ വിഷമിപ്പിച്ചില്ലേ? നിന്നെയൊക്കെ ഭർത്താവെന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. നിർത്തണീന്റെ അധിക പ്രസംഗം ഇറങ്ങി പൊക്കാണ് വീട്ടിൽ നിന്ന്. ഞാനും അത് തീരുമാനിച്ചുകൊണ്ട് തന്നെ വന്നത്. നിങ്ങൾ ഇറക്കി വിട്ടിട്ടല്ല ഞാൻ ഇറങ്ങിപ്പോണത്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോവേന്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനും അറിയാം. എനിക്ക് വേണ്ടത് പൈസ ഇല്ല, ബഹുമാനവും സ്നേഹവും സമാധാനവും ഒക്കെയാണ്. അതൊന്നും തരാൻ നിങ്ങൾക്ക് ആർക്കും കഴിവില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളവിടെ ജീവിക്കാൻ താല്പര്യവും ഇല്ല. ഞാൻ പറയണൊന്ന് കേക്ക്. എന്നെ തടയണ്ട. ഒരു ഭർത്താവായിട്ടേ നിങ്ങൾ വൻ പരാജയമാണ്. എന്നെ ഒരു മനുഷ്യനായിട്ടെങ്കിൽ ഇനിയെങ്കിലും ജീവിക്കാൻ വിട്. പിന്നെ ഞാൻ ഇറങ്ങി കേട്ടോ.